ദൈവമേ ത്രിയേകനേ, നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ ത്രിയേകനേ, അപ്പൻ തൻ മക്കളിൽ കാരുണ്യം പോൽ ഇപ്പാപിയാമെന്നെ ദർശിക്കണേ. പുത്രൻ മൂലം നിൻ സവിധേ എത്തണമേ എൻ്റെ യാചനകൾ. ദൈവമേ ത്രിയേകനേ, നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ ത്രിയേകനേ, രോഗിക്കു സൗഖ്യപ്രദായകൻ നീ, പാപിക്കു രക്ഷയും നീതിയും നീ. ആത്മാവിനാൽ അത്യന്തമായി ശക്തീകരിച്ചു നയിപ്പതും നീ. ദൈവമേ ത്രിയേകനേ, നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ ത്രിയേകനേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ. അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ അടിയൻ്റെ ജീവിതത്തിൽ ദാനമായി തന്നല്ലോ. രാത്രികാലം അല്പസമയം കിടന്നുറങ്ങി സമാധാനത്തോട് ഉണർത്തി അപ്പൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം അപ്പ, സ്തോത്രം. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. അപ്പം ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്നെ ആരാധിക്കുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനയാത്രയിലെ വഴിയാത്രയിലൊക്കെ അവിടുത്തെ സാന്നിധ്യം വേണം കർത്താവേ. അങ്ങേ ആരാധിക്കുന്ന പകൽക്കാലമാക്കി എല്ലാ മക്കളെയും തീർക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ ദൈവസന്നിധി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നെയാണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു, അവർക്ക് തന്നെയല്ല നല്ല ജയത്തിനായും സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല അഡ്മിഷൻ ലഭിക്കണം, അവരുടെ വിദ്യാഭ്യാസമൊക്കെ ശ്രേഷ്ഠകരമായി മാറണം. പിന്നെയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പൊതിയുമാറാകണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ, ശത്രു കാണാതെ, ദുഷ്ടപിശാചി തൊടാതെ അപ്പച്ചൻ്റെ കരവലയത്തിനുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കൾ, ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർ, മാതാപിതാക്കളെ വിട്ട് നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമേ. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്നൊക്കെ വിടുവിക്കണമേ. സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ഇടയാക്കണം. അവർക്ക് വേണ്ടുന്നതെല്ലാം കർത്താപ്പച്ചൻ കൊടുത്തവരെ പോഷിപ്പിക്കുമാറാകണം. ദുഷ്ടപിശാച് കാണാതെ വണ്ണം കർത്താവിൻ്റെ രക്തത്താലവരെ മുദ്രയിട്ട് കൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. വന്നു കാണുവോളം വിസ്താരമാർന്ന ജലഗടുക്കളിൽ അവിടെ ഇവിടെയുമായി ഓരോ മക്കളെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെയും ഓർക്കുന്നു. സമാധാനവും ദൈവകൃപയും നിറഞ്ഞ ജീവിതം നയിക്കണം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന മക്കളായി തീരുവാൻ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം വളർത്തിത്തരണം. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിക്കണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാക്കി തീർക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് തരുന്ന എല്ലാ നല്ല മറുപടികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ചില ജോലിയുടെ ആവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, അവർക്ക് വേണ്ടി വഴിവാതിൽ തുറന്നു കൊടുക്കണമേ. വിദ്യാഭ്യാസം അറിഞ്ഞ്, അവരുടെ ആഗ്രഹം അറിഞ്ഞ്, അവരുടെ ഭവനത്തിൻ്റെ അവസ്ഥയറിഞ്ഞ്, അവരുടെ മാതാപിതാക്കളെ അറിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴിവാതിൽ തുറന്നു കൊടുക്കണം. പ്രാർത്ഥിച്ച വിഷയം ഏൽപ്പിക്കുന്നു. കർത്താവ്, വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ സ്വർഗം സഹായിക്കണമേ. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സ്വർഗമിറങ്ങി പ്രവർത്തിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ശുശ്രൂഷകളും ദാനം ചെയ്യണം. എല്ലാം ഒന്നിനും കുറവ് കൂടാതെ സ്വർഗം എല്ലാവരെയും കരുതുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ,
ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അവൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. അപ്പാ, നീ അവിടുന്ന് ഹല്ലേലൂയ നല്ല പിതാവാകയാൽ സ്തോത്രം, സംരക്ഷിക്കുന്ന ദൈവം അവിടുന്ന് ആകയാൽ നന്ദി. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന അപ്പാ, അവരെ ആശ്വസിപ്പിച്ച് സഹായിച്ച് ബലപ്പെടുത്തി നടത്തിക്കൊള്ളണമേ. ദൈവമായ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പനവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന മാനസാന്തരത്തിന് അനുഭവത്തിലാക്കി തീർക്കണമേ. കർത്താവെ, മറ്റ് വിവിധ ഭാരങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്, അവരെ സഹായിക്കണേ. ആ പ്രാർത്ഥന വിഷയത്തിന്മേൽ സ്വർഗം വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം, 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 സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണം. ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ സമർപ്പിക്കുന്ന ദൈവമായ കർത്താവെ, ആത്മാർത്ഥതയുള്ളവരെ വിശ്വസ്തരായവരെ ഒരുക്കണമേ. പൂർണ്ണമായും കർത്താവെ, ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കാൻ മക്കൾക്ക് ഭാഗ്യം കൊടുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദേശത്ത് വസിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കണമേ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ കർത്താവേ. എല്ലാ സമയത്തും ഞങ്ങളുടെ കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, പുതുവയസ്സിലൊക്കെ പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവരെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷക്കാലം പുതിയ നന്മയും അനുഗ്രഹവും ഓരോ മക്കൾക്ക് നൽകി കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ആമേൻ. പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ ഓരോ മക്കളെയും ശുഷ്കാന്തിയോടെ ആയിരിക്കാൻ ഇടയാക്കണമേ കർത്താവെ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. അത് വളരണം, അത് ഉയരണം. ഹല്ലേലൂയ. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, സകലവിധ പകർച്ചബാധകളിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകി ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. സൗഖ്യം നൽകി ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, മഞ്ഞപ്പിത്തത്തിൻ്റെ ഗതിയിലായിരിക്കുന്നവരെ, ശരീരമാസകലം നീർക്കെട്ടും വേദനയിലുമായിരിക്കുന്നവരെ, തലയ്ക്കകത്തെ വേദനയാൽ ഭാരപ്പെടുന്നവരെ, ദൈവമേ, കിടക്കയിലായിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവരെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഷുഗറും പ്രഷറും ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ കർത്താവെ, അപ്പാ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, ഹല്ലേലൂയ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ എല്ലാവരെയും അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നാഥാ, സഹായിക്കണമേ, മനസ്സലിയണമേ, കരുണ തോന്നണമേ, അങ്ങൊന്ന് തൊടണമേ, ഒരു വാക്ക് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ പനിയാൽ, ചുമയാൽ, ശ്വാസതടസ്സത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. തൈറോയിഡിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ടപ്പാ. ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും അവിടെ നിറയുന്ന ദൈവമാകയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ മുഖം നോക്കിയവരാരും ലജിച്ചു പോയിട്ടില്ല. അങ്ങയുടെ പാദപീഠം ഇരുന്നവരാരും ലജിച്ചു പോകാൻ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഉപവാസത്തോടെ പ്രാർത്ഥനയുടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കരയുവാനും പ്രാർത്ഥിപ്പാനും വിടുതലിനെ പ്രാപിപ്പാനും ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ. നന്ദി പിതാവേ, നന്ദി, നന്ദി. ഓരോ മക്കളെയും അതിനായി ഒരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും യാത്രകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. വഴിമധ്യേ വലയുവാനോ ഭാരപ്പെടുവാനോ സമ്മതിക്കാതണം. കർത്താവെ, എല്ലാ വാഹനങ്ങളെയും കർത്താവിൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളുമാറാകണം. ഓരോ മക്കളെയും കർത്താവിൻ്റെ കരവലയത്തിനുള്ളിൽ വഹിച്ചുകൊള്ളുമാറാകണം. സുരക്ഷിതമായി എത്തിച്ചേരാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി, നന്ദി. എല്ലാ പ്രാർത്ഥനാ വിഷയം സമ്പൂർണ്ണമായ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവടികളും തരണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കുമാറാകണം. അങ്ങനെ ഞങ്ങളെ എല്ലാ പ്രാർത്ഥന വിഷയത്തെ അപ്പൻ്റെ പാദപീഠത്തിൽ ഒന്നുകൂടെ സമർപ്പിക്കുന്ന കർത്താവേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.